സെയിം ടീം ഒന്നുകൂടെ ഒരുമിച്ച് ഒരു യാത്ര പോകാന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭയങ്കര സുഖമുള്ളൊരു യാത്രയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഫ്ലാസ്ക് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിലോട്ട് വരുന്നതും. അത് പ്രത്യേകിച്ച് ആസ്ക് മീ പേഴ്സണലി വാട്ട് കീപ്സ് മീ അവേക്ക് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സിനിമ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടും അതിനേക്കാൾ എന്താ പറയുക എഫേർട്ടും വേണ്ട ഒരു കാര്യമാണ് അതിന്റെ മാർക്കറ്റിംഗ്, പ്രത്യേകിച്ച് നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ. അപ്പം ഈ ഇന്നത്തെ ഒരു സാഹചര്യങ്ങളും കൂടെ, ഇൻഡസ്ട്രിയുടെ സാഹചര്യങ്ങളും കൂടെ വെച്ച് അതിനകത്ത് ഒരു തിയേറ്ററിൽ ഒരു റൺ ഉണ്ടാവുക, അതിനൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ഈ റീൽസ് അത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. കാരണം പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദ നോവൽറ്റി ഓഫ് ദ കോണ്ടന്റ്, അത് അങ്ങനെ ആരും അതിന് മുമ്പ് അത് അറ്റംപ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം വി സ്റ്റാർട്ടഡ് ഹാവിങ് ഫൺ വിത്ത് ഇറ്റ്. നമുക്കത് പരസ്പരം ഒരു സന്തോഷമുള്ള പരിപാടിയായി മാറി. അപ്പൊ ഇതിലെ പല റീൽസിലൊക്കെ വന്നേക്കുന്ന കഥകളൊക്കെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒറിജിനലി ഉണ്ടായിട്ടുള്ള കഥകളൊക്കെയാണ്. ഇപ്പം സൈചേട്ടന്റെ അടുത്ത് ഡബിൾ റോൾ ചെയ്യണ്ടെന്ന് പറയുന്നത് ഇവരുടെ പാസ്റ്റിൽ ഇവര് തമ്മിൽ സംഭവിച്ചൊരു സംഭവമാണ്. നമ്മുടെ ഇവിടെ നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ രാഹുൽ വിജയ് നായർ ഇപ്പൊ ജയ് മഹേന്ദ്രന്റെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം ഇപ്പൊ ഫ്ലാസ്കുമായിട്ട് വന്നിട്ടുണ്ട്. And I think it's more or less the same team, and it's very നമ്മുടെ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി നമുക്ക് വളരെ എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം രാഹുൽ. താങ്ക് യു ആശിഷ്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി വി ആർ ഗെറ്റിംഗ് ടു നോ തിങ്സ് ആർ ഹാപ്പനിങ്, ആൻഡ് അതിന്റെ ജയ് മഹേന്ദ്രന്റെ ചൂടാറിനേക്കാൾ മുമ്പ്, ആൻഡ് ദാറ്റ് ടു ജയ് മഹേന്ദ്രൻ ഗോട്ട് എ ലോട്ട് ഓഫ് അവാർഡ്സ് ഓൾസോ. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലാസ്കിലേക്ക് വരാൻ തോന്നുന്നു. ജയ് മഹേന്ദ്രന് E4M സ്ട്രീമിംഗ് അവാർഡ്സിൽ ബെസ്റ്റ് മലയാളം സീരീസും, സൈജു കുറുപ്പിന് ബെസ്റ്റ് റീജിയണൽ സീരീസിലെ ആക്ടർ പെർഫോമൻസിനുള്ള അവാർഡാണ് കിട്ടിയത്. അപ്പം ജയ് മഹേന്ദ്രന് ശേഷം നമുക്ക് ആ സെയിം ടീമുമായിട്ട് ഒരു വർക്കും കൂടെ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അത് മേ ബി അതിന്റെ സക്സസ് കൊണ്ടാവാം. അതിനേക്കാൾ കൂടുതൽ അത് ഷൂട്ട് ചെയ്തപ്പോൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജേർണി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ആ ഫുൾ സീരീസിനെ സംബന്ധിച്ച്. അപ്പൊ ആ സെയിം ടീം ഒന്നുകൂടെ ഒരുമിച്ച് ഒരു യാത്ര പോകാന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭയങ്കര സുഖമുള്ളൊരു യാത്രയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഫ്ലാസ്ക് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിലോട്ട് വരുന്നതും. കൺഗ്രാറ്റുലേഷൻസ് ടു യു ആൻഡ് സൈജു. ആൻഡ് ഇതിന്റെ ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടീമിന്റെ ഒരു ബോണ്ടിങ്, നിങ്ങളുടെ ഓരോ ഇടുന്ന റീൽസ്, ഐ ഡോണ്ട് നോ വെദർ വി കോൾ ഇറ്റ് റീൽസ് ഓർ, അതിന്റെ ഒരു ഹരം ഭയങ്കരമായിട്ട് രസമുണ്ട്. ആൻഡ് ദാറ്റ് ടു നൺ ഓഫ് ദം ആർ ലൈക്ക് ഫ്ലോപ്പ്. എല്ലാം ഭയങ്കര ഒന്നിനൊന്ന് രസമായിട്ട് പോകുന്നുണ്ട്. സോ was it planned or is it like, okay, everyone is available so let's cook up something, അങ്ങനെയാണോ? അത്ര പ്ലാൻഡ് അല്ലായിരുന്നു ആദ്യം. ടു ബിഗിൻ വിത്ത് ഞങ്ങൾ ആ ജയ് മഹേന്ദ്രനെ ഫോളോ അപ്പ് ആയിട്ട് ഒരു പടം അനൗൺസ് ചെയ്യുന്നതിന് 2 എണ്ണം ചെയ്യാം എന്നുള്ള, സൈജു ചേട്ടനായിട്ട് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം സുരേഷ് ചേട്ടനായിട്ട് ഒരെണ്ണം ചെയ്യാം എന്നുള്ള ഐഡിയ തുടങ്ങിയത്. അതിന്റെ ഒരു റീച്ച് കണ്ടപ്പോഴാണ് ശരിക്കും ഇതൊരു പോസിബിലിറ്റി ആണല്ലോ, നമുക്കിതൊരു സീരീസ് പോലെ ചെയ്താൽ, ത്രൂ ഔട്ട് ദ ഫിലിം ചെയ്താൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ എന്ന് തോന്നി. അത് പ്രത്യേകിച്ച് ആസ്ക് മീ പേഴ്സണലി വാട്ട് കീപ്സ് മീ അവേക്ക് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സിനിമ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടും അതിനേക്കാൾ എന്താ പറയുക എഫേർട്ടും വേണ്ട ഒരു കാര്യമാണ് അതിന്റെ മാർക്കറ്റിംഗ്, പ്രത്യേകിച്ച് നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ. അപ്പം ഈ ഇന്നത്തെ ഒരു സാഹചര്യങ്ങളും കൂടെ, ഇൻഡസ്ട്രിയുടെ സാഹചര്യങ്ങളും കൂടെ വെച്ച് അതിനകത്ത് ഒരു തിയേറ്ററിൽ ഒരു റൺ ഉണ്ടാവുക, അതിനൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ഈ റീൽസ് അത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. കാരണം പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദ നോവൽറ്റി ഓഫ് ദ കോണ്ടന്റ്, അത് അങ്ങനെ ആരും അതിന് മുമ്പ് അത് അറ്റംപ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം വി സ്റ്റാർട്ടഡ് ഹാവിങ് ഫൺ വിത്ത് ഇറ്റ്. നമുക്കത് പരസ്പരം ഒരു സന്തോഷമുള്ള പരിപാടിയായി മാറി. അപ്പൊ ഇതിലെ പല റീൽസിലൊക്കെ വന്നേക്കുന്ന കഥകളൊക്കെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒറിജിനലി ഉണ്ടായിട്ടുള്ള കഥകളൊക്കെയാണ്. ഇപ്പം സൈചേട്ടന്റെ അടുത്ത് ഡബിൾ റോൾ ചെയ്യണ്ടെന്ന് പറയുന്നത് ഇവരുടെ പാസ്റ്റിൽ ഇവര് തമ്മിൽ സംഭവിച്ചൊരു സംഭവമാണ്, സുരേഷ് ചേട്ടന്റെ സൈചേട്ടന്റെ ഇതൊക്കെ. അപ്പം അങ്ങനത്തെ ഇവരുടെ ഈ കഥകളും ഒക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് വി സ്റ്റാർട്ടഡ് മേക്കിംഗ് സ്റ്റോറീസ് അറൌണ്ട് ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഡൂയിങ്. അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അശ്വതി പറഞ്ഞ പോലെ ഒന്ന് സിനിമയ്ക്ക് റീച്ച് ഉണ്ടാക്കുന്നതിനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഗെറ്റപ്പും നല്ല പെർഫോമൻസും ഇത് തന്നെ എല്ലാരും പറയുന്നത്. ചേട്ടാ ഞാന് അടുത്തൊരു പടത്തില് ഡബിൾ റോൾ ചെയ്യാന്ന് വിചാരിക്കുക. 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, 2 ഏജ് ഗ്രൂപ്പ്, 2 എണ്ണം സ്ക്രീനിൽ ഇങ്ങനെ വന്ന് അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റും. മാത്രമല്ല സാഹിത്യം മൊത്തം സിനിമയല്ലേ, എക്സ്പീരിയൻസ് അല്ലേ, ഇതായിട്ട് ചെയ്യാൻ പിടിച്ചോ. ഇൻഫാക്ട് ഞാൻ രാഹുലോട് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ പടത്തിൽ ഞാൻ ഡബിൾ റോൾ ചെയ്യാത്തത്. ഇതിനകത്തോ? അതായത് ഞാനിപ്പോ ചെയ്യുന്ന ക്യാരക്ടറും പിന്നെ ചേട്ടൻ ചെയ്യുന്ന ജഡ്ജിയുടെ കഥാപാത്രം ഈ ഗ്രേ ഇട്ടിട്ട്, ചേട്ടൻ ഇപ്പൊ മിച്ചിൽ ഗ്രേ ഇട്ടിട്ടില്ലേ, അതുപോലെ 2 എണ്ണം ഇങ്ങനെ വന്ന് 2 ഏജ് ഗ്രൂപ്പ് പിടിച്ചിട്ട് എന്റെ ഈ ജഡ്ജിന്റെ വേഷം
അതെ അതെ അതെ. സജു നീ ആദ്യം മര്യാദയ്ക്ക് ഒരു വേഷം ചെയ്യും. 150 സിനിമയിലായിട്ടുള്ളൂ, 300 ആയിട്ടില്ലല്ലോ. അല്ല രണ്ടാ വരാം. മനുഷ്യ കഷ്ടപ്പെട്ട ഒരു വേഷം ഒപ്പിച്ചെടുക്കുന്നത്, അതിന്റെ ഡബിളും ട്രിബിളും എല്ലാം കൂടി. ആൻഡ് യു ആർ കം അപ്പ് വിത്ത് ഗെയിം ഓൾസോ ഇൻ ബിറ്റ്വീൻ. നമ്മൾ കുറച്ചു നേരമൊക്കെ ഞാനും കളിച്ചിരുന്നു. അന്ന് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അതിൽ പെട്ടെന്ന് കണ്ടു. ഓക്കെ, ദെൻ ഐ മൂവ് ടു എ സൈഡ് ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് പ്ലേയിങ്. അത് ഇതൊക്കെ നമുക്ക് ബേസിക്കലി ഞങ്ങളുടെ ഒരു ഫൺ പരിപാടി പോലെ ഈ ക്യാരക്ടേഴ്സിന് ഒരു ചെറിയ നമുക്ക് അതിന് ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ട്. അപ്പം ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട് ആസ് ആൻ ഓൺലൈൻ ഗെയിം ആൻഡ് ഓൾ, അതിന് ചിലപ്പോൾ ഒരു കുറച്ച് ഇൻഫാക്ട് വി ഹാഡ് വെരി ഗുഡ് ട്രാഫിക് ഓൺ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദറ്റ്. ആ ഗെയിം ഇറക്കിയിരുന്ന ഫസ്റ്റ് വീക്കിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യങ്ങർ ക്രൗഡിനൊക്കെ ആ സിനിമയായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഒരു സ്പേസ് ആണല്ലോ അത്. ഇവൻച്വലി അതൊന്നും അല്ല സിനിമയുടെ കഥ, ബട്ട് ദീസ് ആർ ജസ്റ്റ് ടൂൾസ് ഫോർ റീച്ചിങ് ടു എ ടാർഗറ്റ് ഓഡിയൻസ് ഹു ക്യാൻ പ്രോബബ്ലി എൻഗേജ് വിത്ത് ദിസ് ഫിലിം. മറ്റൊന്ന് ഞാനിപ്പോ ശ്രദ്ധിച്ചത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചില ബൈറ്റ്സ് വരുന്നുണ്ട് നമ്മുടെ ടൈം ലൈനിൽ, അതായത് നിങ്ങളുടെ ഇന്റർവ്യൂസിന്റെ ഒക്കെ. അതിന്റെ അകത്ത് സുരേഷ് ഏട്ടൻ വാസ് ലൈക്ക് ഐ ജസ്റ്റ് കോളിംഗ് വിത്ത് റെസ്പെക്ട്, മേ ബി ഐ എം എൽഡർ ടു ഹിം. അപ്പോ ഹി വാസ് പുള്ളിക്ക് സാധാരണക്കാളും ഭയങ്കര ആക്റ്റീവും ഭയങ്കര ഹ്യൂമർ ഒക്കെ വരുന്ന ഒരു, ഐ തിങ്ക് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി ആ ഒരു ടീമിലുള്ള ഒരു സിനർജിയും ഹാപ്പിനെസ്സും. അതെ അതെ അതെ, സുരേഷ് ഒരു ഭയങ്കര അടിപൊളി സ്റ്റോറി ടെല്ലറാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര എനിക്ക് ഒരു ദിവസം നേരത്തെ പാക്കപ്പ് ചെയ്ത സുരേഷിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രോബ്ലി ഇത് ഹോൾ ടീം. കാരണം ആ പുള്ളി അത്ര അടിപൊളിയായിട്ടാണ് ഇപ്പൊ അതേ കഥകൾ നറേറ്റ് ചെയ്യുന്നത്, ഭയങ്കര ഫണ്ണായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ആൻഡ് ഹി ഡസൻ ഗോ ഫോർ മച്ച് ഇന്റർവ്യൂസ് ആൻഡ് ഓൾ ദാറ്റ്, ബിക്കോസ് പുള്ളി ഇച്ചിരി ഒരു മീഡിയ റിസർവ്ഡ് ആണ് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ്. പക്ഷെ ഇതിനകത്ത് ഹീസ് വൺ ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ് ഇൻ ദിസ് ഫിലിം. അപ്പം ഇതിനകത്ത് വേറെ മാർഗ്ഗമില്ല, മുങ്ങാൻ പറ്റത്തില്ല, വന്നേ പറ്റൂ. അതുകൊണ്ട് ബട്ട് ദെൻ വെൻ ഹീസ് ദെയർ ഹി മേക്സ് ദ റൂം കംഫർട്ടബിൾ. അത് എവിടെ ആണെങ്കിലും അദ്ദേഹം ഉള്ളൊരു സ്പേസിനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുകയും ഇത്തരം സ്റ്റോറീസിലോട്ടൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര വൈബാണ്. അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അത്തരം റീലുകൾ പോകുന്നത് ഞാനും കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്റർവ്യൂസിന്റെ ഭാഗങ്ങൾ. പാമ്പ് സ്റ്റോറി, even though we know half of it is fake, he's narrating it very. അതെ അതെ, പാമ്പിന്റെ കഥയൊക്കെ ഈ ഇദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ ഞങ്ങൾക്ക് പണ്ടുതൊട്ടേ അറിയാവുന്ന കഥകളാണ്. അപ്പം ഇപ്പൊ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴാണ് അതിന്റെ എന്റർടൈൻമെന്റ് ഫാക്ടർ കിട്ടുന്നത് നമുക്ക്. ഇത് ചെറിയ ഇപ്പോ പ്രൈവറ്റ് സദസ്സുകളിലൊക്കെ അദ്ദേഹം അവതരിപ്പിച്ച് സ്ഥിരം കയ്യടി വാങ്ങിക്കുന്ന കഥകളാണ് ഇതൊക്കെ. വേറൊരു കാര്യം, നിങ്ങള് ജയമഹേന്ദ്രനിലും ഓഫ്കോഴ്സ് ഹി ഡിഡ് എ വെരി നമുക്ക് വളരെ കൺവിൻസിംഗ്ലി ഈവൻ ഇമോഷണലി ടച്ച് ആയിട്ടുള്ളതായിരുന്നു ബാലേട്ടന്റെ ആ സീൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ. അപ്പോ അദ്ദേഹത്തിനെയും നിങ്ങളുടെ റീൽസിലേക്ക് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് നോർമലി ഹി ഈസ് ലൈക്ക് ലിറ്റിൽ റിസർവ്ഡ് ഈവൻ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ നേച്ചർ കൂടി അറിയാം, കുറച്ച് റിസർവ്ഡ് കുറച്ച് സീരിയസ് റിസർവ്ഡ്. പക്ഷേ ഹി വാസ് ലൈക്ക് ക്വൈറ്റ് ഫൺ. അത് ആ ടീമിന്റെ ഒരു സ്പിരിറ്റ് കൂടി ഉണ്ടാവും തോന്നുന്നു. ടീമിന്റെ സ്പിരിറ്റ് ആണ് പ്രോബബ്ലി. ബാലേട്ടൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പേഴ്സണലി. ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഫോർ ജയ് മഹേന്ദ്രൻ. ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ബട്ട് ദെൻ ഹി ബിക്കെയിം വെരി ക്ലോസ് ടു ദ ടീം ആസ് സച്ച്. അപ്പം ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സൈജു കുറുപ്പിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ റീൽസിന്റെ പരിപാടി ഞങ്ങളിങ്ങനെ തുടങ്ങിയപ്പോൾ അത് നമുക്കൊരു കൗതുകമായിരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ഒരു റീൽ സ്റ്റാർ ആക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പം വി ആർ വെരി, എന്താ പറയാ, ഭയങ്കര മടിച്ചാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇത് പറയുന്നത്. ചീത്ത വിളിക്കുമെന്നുള്ള പേടിയുണ്ടല്ലോ. അപ്പം വി ട്രീറ്റ് ഹിം വിത്ത് സോ മച്ച് ഓഫ് റെസ്പെക്ട്. അദ്ദേഹം നോട്ട് ജസ്റ്റ് ഇൻ ഫിലിംസ്, ഹി ഈസ് ആൻ ഐക്കൺ ഓഫ് കേരള. മലയാളത്തിന്റെ ഒരു സാംസ്കാരിക നായകൻ നമുക്ക് ഉയർത്തി കാണിക്കുന്ന വ്യക്തിത്വങ്ങളുള്ള ഒരാളാണല്ലോ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അപ്പൊ അദ്ദേഹം ഒരു ഭയങ്കര റെവല്യൂഷനാണ് സത്യത്തിൽ. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡുമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക, ആൻഡ് the kind of love and warmth he gives us, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര, ഒരുപക്ഷെ നമ്മൾ സിനിമയിൽ നിന്ന് എന്താണ് ഗെറ്റ് ബാക്ക് ചെയ്യുക, ടേക്ക് ബാക്ക് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ഫോർ മീ, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ടേക്ക് ഹോം. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സമയം, അദ്ദേഹം നമുക്ക് പറഞ്ഞിരുന്ന കഥകള്, അദ്ദേഹം ചില ലിറ്റററി വർക്ക്സിനെ പറ്റിയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പം ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ഈ ഫണ്ണൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുമുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇതൊരു കൗതുകമായിരുന്നു. ഞാൻ നമുക്ക് പഴയൊരു ട്രോൾ വീഡിയോ ഉണ്ടല്ലോ, സൗകര്യം ഇല്ല എന്ന് പറയുന്ന, അപ്പൊ അതിനെ എടുത്തിട്ട് നമുക്കൊരു റീൽ അടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി പറയുന്നത്. എനിക്ക് വാസ് ലൈക്ക്, നമുക്ക് ചെയ്തു നോക്കാം, ഇത് നന്നായി വന്നാൽ നിങ്ങൾ ഇറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ബട്ട് സ്ലോലി ഹി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ഫീൽ ഓഫ് ഇറ്റ്. അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ബാലേട്ടൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ came out really well. And
പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിനാണ് ഞങ്ങളെക്കാൾ എക്സൈറ്റ്മെന്റ് ഇത് വരുമ്പോഴും ഇത് ഇറങ്ങുമ്പോഴും ഒക്കെ. ആൻഡ് ഇറ്റ് ഈസ് മോർ സോ ബിക്കോസ് അദ്ദേഹം നമുക്ക് തരുന്ന ആ ഒരു സ്പേസ് കൊണ്ടാണ്. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ലെജൻഡറി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി നമുക്ക് തരുന്ന ഒരു സ്പേസ് ആണ്. അദ്ദേഹം നമ്മുടെ സെറ്റ് വരുമ്പോഴാണെങ്കിലും ദ വേ ഹി ട്രീറ്റ്സ് പീപ്പിൾ, ദ വേ എവറി വൺ റെസ്പെക്ട്സ് ഹിം, അത് ഭയങ്കര സ്പെഷ്യൽ ബോണ്ടാണ്. അടുത്ത ആഴ്ച തുടങ്ങേണ്ട പടമായിരുന്നു, മാറിപ്പോയി. മഴ കാരണമായിരിക്കും അല്ലേ? അതായത് ഈ ചുള്ളിക്കാട് സാർ എന്താ റിച്ചില്ലാതിരിക്കുന്നത്? ഞങ്ങൾ കഴിച്ചതാ. എന്താ രാഹുൽ, എന്താ പരിപാടി? സാർ നമുക്ക് ഡബിന്റെ കുറച്ച് കറക്ഷൻസ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ റീൽ ചെയ്യാൻ വന്നതാ. എന്റെ കഴിഞ്ഞ റീൽ ചിറ്റാ. അല്ല റീലിപ്പോ ഒരുപാടായല്ലോ സാർ, അതിന്റെ ഡബിങ് ഒന്ന് കറക്റ്റ് ആക്കാൻ. സൗകര്യമില്ല. എന്നെ കാത്ത് പിള്ളേര് പുറത്ത് നിൽക്കുക, കൊളാബ് ചെയ്യാൻ പോവാ. നിങ്ങൾ ജയമഹേന്ദ്രനിൽ അത് ഉപയോഗിച്ച് ശരിക്കും ടച്ച് ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് ഡേ അറ്റ് വർക്ക് എന്നുള്ള സംഭവം, ദ വേ ഹി പ്രസന്റഡ് otherwise as a poet, literary and revolutionary spirit, അത് നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട്. ബട്ട് നമുക്ക് പക്ഷെ ഇതില് വളരെ നന്നായിട്ട് that is very well conceived. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സീനുകളിൽ ഒന്നാണ് ബാലേട്ടന്റെ ആ ഫെയർവെൽ സീൻ എന്ന് തോന്നുന്നത്. എനിക്ക് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ അതെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര ഇത് കുറ്റമൊക്കെ പറഞ്ഞാലും ആ ജോലി വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ വിഷമവും വേദനയൊക്കെ വേറെയാണ്. ആൻഡ് അത് ഞാൻ എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പൊ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, അവരുടെ ആ ജേർണി കണ്ടിട്ടുണ്ട്. ആ ജോലിയിൽ ഉണ്ടാകുന്ന പ്രഷേഴ്സ് എനിക്കറിയാം, അതിന്റെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റുകൾ എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ദ മൊമെന്റ് ദേ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദറ്റ് ഓഫീസ്, അവര് ഇപ്പം ഞങ്ങൾക്കൊക്കെ അത്രയും ഒരു മനസ്സിലാക്കാൻ പറ്റില്ല ആ ഫീലിംഗ്. കാരണം നമ്മളൊക്കെ ഒരു പ്രൈവറ്റ് സെക്ടറിലാണല്ലോ കൂടുതൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ വലിയ ശതമാനം വർക്ക് ചെയ്യുന്നത്. അപ്പം ആ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ എപ്പോഴും വി ആർ ലുക്കിംഗ് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ കമ്പനി മാറും, ഇത് മാറും. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഹിസ് സ്റ്റോറി ഈസ് ദ സ്റ്റോറി ഓഫ് ദാറ്റ് ഓഫീസ് അല്ലേ. അവിടെ മുഴുവൻ ആ ജീവിതകാലത്തിന്റെ ഒരു മെജോറിറ്റിയും അദ്ദേഹത്തിന്റെ യൗവനവും എല്ലാം അവിടെ അല്ലേ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ആ വിടവാങ്ങൽ ഒരു ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആണ്. അത് ആഷു പറഞ്ഞ പോലെ ആ സീനിന് എനിക്ക് അതിന്റെ ഇതിന് ഒരുപാട് മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്, പിന്നീട് അപ്രിസിയേഷൻ പോലെ വന്നിട്ടുണ്ട്. ഫ്ലാസ്കിലേക്ക് വീണ്ടും വരുമ്പോൾ അതില് സ്റ്റേജിലെ ഗാനങ്ങളായാലും ഓക്കെ, ഇതൊക്കെ ഒരു നമ്മളെ കുറച്ചുകൂടി ഒരു റെട്രോ ഫീൽ തരുന്ന സോങ്സും പിക്ക് ചെയ്തിട്ടുണ്ട്. So was it like a planned action, like ആ സോങ്? ഓഫ് കോഴ്സ് അത് സിനിമയായിട്ട് ബന്ധം ഉണ്ടാവും. ഞാനിപ്പോ റാൻഡം ആയിട്ട് അത് പിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ചോദ്യമാണ് അത്. ഈ ജ്യോതികുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പാട്ടുകാരനാവാൻ ആഗ്രഹിച്ച് പോലീസുകാരനായ ഒരാളാണ്. അപ്പം പുള്ളിയുടെ ഗാനമേള ട്രൂപ്പുമായി പാരലി പാട്ടുകൾ പാടാൻ പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം സ്റ്റേജിൽ പാടുന്ന അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ആയിട്ട് കാണിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആദ്യം ഞങ്ങളത് നമ്മുടെ ഒരു ഒറിജിനൽ സോങ് ചെയ്യാം എന്നുള്ള ഐഡിയയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിന് ഈ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു നൊസ്റ്റാൾജിക് വാല്യൂ ഉള്ള ഒരു സോങ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. കാരണം ജോൺസൺ മാഷിനെ, രവീന്ദ്ര മാഷിനെ, ഔസേപ്പച്ചൻ സാറിന്റെയൊക്കെ സംഗീതം അത്രയും എൻജോയ് ചെയ്യുന്ന, അതിനെ ജീവനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പാട്ടുകാരനായിട്ടാണ് നമ്മൾ പടത്തിൽ പറയുന്നത്. അപ്പം ആ ആളിന്റെ ഒരു പാട്ട് മീൻസ് അയാൾ ഒരു പാട്ട് പാടുമ്പോൾ അതൊരു നമുക്കൊക്കെ അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണെങ്കിൽ നല്ലത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഒരു റെട്രോ സോങ്ങിന് വേണ്ടിയുള്ള ആലോചന തുടങ്ങുന്നത്. ആൻഡ് ഇപ്പൊ ഈ റെട്രോ സോങ് ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ട്രിക്കിയാണ്, ബിക്കോസ് ഇതിന്റെ റൈറ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്യൂസ് ആണ് എപ്പോഴും. കാരണം ഇത് പഴയ പാട്ടുകളൊന്നും കൃത്യമായിട്ട് അതിന്റെ IP റൈറ്റ്സ് ഡിമാർക്കേറ്റഡ് അല്ല, പല പ്രശ്നങ്ങളുണ്ട്. ഇത് സെല്ല് ചെയ്തേക്കുന്നത് ചിലപ്പോൾ കാസറ്റിനായിട്ടായിരിക്കും, നമ്മൾ പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ റൈറ്റ്സ് ആയിരിക്കും. പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ വരും. അപ്പൊ അങ്ങനൊന്നും ഇല്ലാത്ത ഞങ്ങളൊരു 4-5 പാട്ടുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതൊന്നും ഇല്ലാത്ത സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇപ്പൊ പുറത്തു വന്നപ്പോൾ അതിനൊരു ഭയങ്കരമായ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. രസമുണ്ട് ക്രോസ് റെഫറൻസിങ് ടു ദ റീൽസ് വൺസ് അഗൈൻ. അപ്പൊ റീൽസിൽ പറയുന്നുണ്ട് ഞാൻ പാടാം, ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പാടാം. എനിക്ക് സോ ആക്ച്വലി ഇവരെ കൊണ്ട് പാടിച്ചിട്ടുണ്ടോ? ആക്ച്വലി 2 സ്ഥലത്ത് സൈജു ചേട്ടന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം സാധകം ചെയ്യുന്നതായിട്ട് 2 സ്ഥലങ്ങളിൽ സിനിമയിലുണ്ട്. ആ 2 സ്ഥലത്തും ഇതാണ്, ശാസ്ത്രീയ സംഗീതമാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തിലാണ് കേൾക്കുന്നത്. പക്ഷെ അത് പാടിയതല്ല, AI ജനറേഷനാണ്. അപ്പോ 2 അടുത്ത്
അദ്ദേഹത്തിന്റെ തന്നെ സൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പാട്ട് പാടുന്നതായിട്ട്, ഐ മീൻ ഈ സ്വരങ്ങൾ പാടുന്നതായിട്ട്. ഈ സംഗീതം എന്ന് പറയുന്നത് എന്താ? ആരോഹണം അവരോഹണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ആയിക്കോട്ടെ. ഗംഗേ തുടിയിൽ ആലോചിച്ച് ആ. നമുക്ക് പാട്ട് വേണ്ട, ഡബ് ചെയ്യാം. ചേട്ടൻ വാ. ഒരു നല്ലൊരു വൈറൽ സാധനം തരാൻ ആലോചിച്ചതാ, നിങ്ങൾക്ക് വേണ്ട. അപ്പൊ അത് റിയൽ അല്ല, റിയൽ ആണ്. ആക്ച്വലി അവരുടെ അടുത്ത് ഓക്കെ നിങ്ങൾ വേണ്ട, ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട് എന്നുള്ളത് ending ആയിരുന്നു അതിന്റെ അകത്ത്. ഇങ്ങനൊരു ഫൺ സബ്ജക്ട് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ജയമേന്ദ്രനില് ഫൺ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം സീരിയസ്നെസ്. ഈവൻ അതിന്റെ അകത്ത് കുറെ അവസാനം റിയൽ ലൈഫിലെ ആ ഒരു വിഷ്ണുവിന്റെ ക്യാരക്ടർ എന്ന് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഐ മീൻ ഇറ്റ്സ് റിയാലിറ്റി ആൻഡ് അതെ അതെ. അത് അത്രയും സീരിയസ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So Flask is all about fun, or is it also talking about seriousness? ഫ്ലാസ്ക് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ പടം അല്ല, ശരിക്കും ഇതൊരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, വെങ്കടേഷ് ബാലാജി എന്ന് പറയുന്ന സുരേഷ് ഏട്ടൻ അവതരിപ്പിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ക്യാരക്ടറും സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ PSO, പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, നമ്മൾ ഗൺമാൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടറും തമ്മിൽ ഇവരുടെ ഒരു ജേണിയാണ് ഈ സിനിമയുടെ കഥ. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ പടമല്ല. റൈറ്റിങ്ങിൽ ഇപ്പൊ ജയ് മഹേന്ദ്രനിൽ പോലും ഒരുപാട് പൊളിറ്റിക്സ് ഡിസ്കസ്ഡ് ആവുന്നുണ്ടല്ലോ, അത് അതിന്റെ ഒരു അണ്ടർലൈൻ ലെയർ ആണ് പലപ്പോഴും. അതുപോലത്തെ ഒരു ഹയറാർക്കി പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഫ്ലാസ്ക്. പക്ഷെ വി ആർ ജസ്റ്റ് യൂസിങ് ഹ്യൂമർ ആസ് ദ ടോൺ ഫോർ ഇറ്റ്. അത് ഡിസ്കസ് ചെയ്യാനും ആളുകളിലോട്ട് റെസൊണേറ്റ് ചെയ്യാനും കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് കോമഡി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹ്യൂമർ ഉപയോഗിക്കുന്നു. പക്ഷെ ഈ എൻഡ് ഓഫ് ദ ഡേ, ഇഫ് യു ആസ്ക് മീ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഡ്രാമ. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ജേണി, അതുപോലെ തന്നെ ഇതിലൊരു മാവോയിസ്റ്റ് ലീഡറായിട്ട് മാവോയിസ്റ്റ് ലീഡർ ഗണേശൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് സിദ്ധാർത്ഥ് ഭരതൻ അഭിനയിക്കുന്നു. അപ്പൊ ഇവരുടെ മൂന്നുപേരുടെയും സ്റ്റോറീസ് ആണിത്. ഹൗ ദെയർ ഹയറാർക്കീസ് ആൻഡ് പൊളിറ്റിക്സ് ഓൾ ചേഞ്ച് എന്നുള്ള ത്രൂ ഡിഫറെന്റ് സെനാരിയോസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു പടമാണിത്. ഫണ്ണുണ്ട്, പക്ഷെ ഇത് കൂടുതലൊരു ഫീൽ ഗുഡ് ഡ്രാമയാണ്. വെയിറ്റിംഗ് ഫോർ ഇറ്റ്. സിദ്ധാർത്ഥിന്റെ കാര്യം പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ ഒരു ഡൈവേഴ്സിറ്റി, ഞാനിപ്പോ അടുത്ത ധീരൻ എനിവേ ഗോയിങ്, അത് ചിലപ്പോ അതൊരു ഇലസ്ട്രേറ്റഡ് ക്യാരക്ടർ പോലെ തോന്നും. ഇദ്ദേഹത്തിന്റെ ഒരു സ്ട്രക്ചറും ദ വേ ഹി ബിഹേവ്സ്, അതിൽ ഈവൻ ഫണ്ണും ഉണ്ട് ധീരന്റെ ഒരു സിറ്റുവേഷൻ പറയാം. സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത്? ഞാൻ ഇതുപോലെ ഒരു കോൺവെർസേഷൻ അദ്ദേഹം ചതുരം കഴിഞ്ഞ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തോട്ട് ഹീസ് ഒരു ആൻഡ് വെരി ഡൗൺ ടു എർത്ത്, പക്ഷെ അത്രത്തോളം ഇൻഫോർമേറ്റീവ് കുറെ സംഭവങ്ങൾ കൊണ്ട് നടക്കുന്നതിന് അത് ക്യാരക്ടറിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര മാജിക്കലായിട്ട് തോന്നില്ല. സോ ഹൗസ് ഇറ്റ് വർക്കിംഗ്? ഇത് വളരെ കറക്റ്റ് ആണ് ഋഷി പറഞ്ഞത്. കാരണം സിദ്ധിച്ചേട്ടൻ വളരെ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഈ പടത്തിന് വേണ്ടി കണക്ട് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. പക്ഷെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സിങ്കായി ഭയങ്കര കംഫർട്ടബിൾ ആയ ഒരു ആർട്ടിസ്റ്റാണ്. ഇനിയും സിനിമകൾ ഒരുമിച്ച് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയ ഒരു ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും ഇവരത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവരല്ലേ ഒന്നുമില്ല നമ്മൾ വരും ചെയ്യും. ശരിക്കും ഇവരങ്ങനല്ല. ഇവരെല്ലാം ദേ ഓൾ ഹാവ് ദെയർ ഓൺ തോട്ട് പ്രോസസ് അറൗണ്ട് ഇറ്റ്. ഇവര് പലപ്പോഴും ഇത് ആലോചിച്ചിട്ട് ഇവര് എൻ്റെ അടുത്ത് ഈ പ്രീ പ്രൊഡക്ഷൻ സമയങ്ങളിൽ ഇവര് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്, നറേഷൻ കേട്ടിട്ട് ദേ ഗെറ്റ് ബാക്ക് ടു മീ. അപ്പൊ സിദ്ധു ചേട്ടനും അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് നീ നാസർ സാർ, കമലഹാസൻ സാറിന്റെ ഒരു സിനിമയുണ്ട് കുരുതി പിന്നൽ. അപ്പം അത് ഒരു മാവോയിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ആ സിനിമയുടെ. അപ്പൊ ഞാൻ അന്ന് ആ സിനിമ കണ്ടിട്ടുണ്ടായില്ല. എൻ്റെ അടുത്ത് ഇത് സിദ്ധുചേട്ടനാണ് ആ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നീ തുടങ്ങുന്നതിന് മുമ്പ് നീ ഒന്ന് കണ്ടു നോക്കുക, നമ്മുടെ പടമായിട്ട് ഒരു ബന്ധവും ഇല്ല, ബട്ട് ജസ്റ്റ് ടു ഗെറ്റ് എ ഫീൽ ഓഫ് അവരുടെ നറേറ്റീവ് സ്റ്റൈൽ എന്താണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ക്യാരക്ടറിന് വേണ്ടി കുറെ റെഫറൻസസ് തന്നിട്ടുണ്ട് എനിക്ക്. നമുക്ക് ഇങ്ങനെ ചെയ്താലോ ഇത് ചെയ്താലോ. അപ്പം ദേ ഓൾ ഹാവ് ദെയർ ഓൺ തോട്ട് പ്രോസസ് അറൗണ്ട് ഇറ്റ്, വാട്ട് ദേ വോണ്ട് ടു ഡു, ഹൗ ദേ വോണ്ട് ടു ഡു, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി. അതൊരു സിദ്ധാർത്ഥേട്ടനും അത്തരം ഒരു ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഈസ് ഓൾസോ എ ഡയറക്ടർ. അതിന്റെ ഭയങ്കരമായിട്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പെർഫോമൻസിൽ. ആൻഡ് ഹി കംസ് വെൽ പ്രിപ്പയർഡ് ഓൺ സെറ്റ് ആണെങ്കിലും. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് ഫിസിക്കൽ വർക്കുള്ള ഒരുപാട് ആക്ഷൻ സീൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ ചെയ്യാനും ഹി കംസ് വെൽ പ്രിപ്പയർഡ് ടു സെറ്റ്. ഈസ് എ ഡിലൈറ്റ് ടു വർക്ക് വിത്ത്. നമുക്ക് ഈസിയാണ് വർക്ക് ചെയ്യാൻ, ഭയങ്കര കംഫർട്ടബിൾ ആവുന്ന ഒരു ആക്ടറാണ്. എപ്പോഴെങ്കിലും എനിക്ക് ദീർഘമായിട്ട് സംസാരിക്കണം തോന്നിയിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫിസിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസും ഒക്കെ ഭയങ്കര ഒരു യുണീക്കാണ്. അപ്പം അതിനകത്ത് എന്തും അദ്ദേഹത്തിന് ഹി ക്യാൻ ബി ടെറിഫൈങ്, ഹി ക്യാൻ ബി ഫണ്ണി, ഹി ക്യാൻ ബി എനിത്തിങ്. അപ്പൊ അദ്ദേഹം അത് കറക്റ്റായിട്ട് അത്
യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫീമെയിൽ ക്യാരക്ടർ ഒരാളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒരു റീൽസിൽ. അശ്വതി ടോക്കിംഗ് അബൌട്ട് അശ്വതി ശ്രീകാന്ത്, പുള്ളിക്കാരി അധികം സിനിമകൾ ചെയ്തിട്ടില്ല, പക്ഷെ കൂടുതലും മിനി സ്ക്രീനിലും ഇതിലൊക്കെയാണ് പുള്ളിക്കാരി പോപ്പുലർ ആയിട്ടുള്ളത്. അശ്വതി ഇത് ഈ സൈജു ചേട്ടന്റെ ക്യാരക്ടറിന്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഇവര് തമ്മി പ്രേമിക്കുന്ന കാലഘട്ടത്തിൽ ഈ ക്യാരക്ടേഴ്സിന്റെ പാസ്റ്റിൽ ഇവര് ജോലി ഉണ്ടെങ്കിൽ ഇവരുടെ കല്യാണം നടക്കത്തുള്ളൂ എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് ഈ പാട്ടുകാരനാവാൻ ആഗ്രഹിച്ച ആള് കഷ്ടപ്പെട്ട് പഠിച്ച് പോലീസുകാരനാവുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പും ബോണ്ടിങ്ങും അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ്. പബ്ലിക് സ്പീക്കർ ആൻഡ് ഓതർ, ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ലൈഫ് കോച്ചാണ്. വളരെ മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അശ്വതിയുടെ. ആൻഡ് വെരി ഈസി ടു വർക്ക് വിത്ത്. കാരണം അത് നല്ല കോമിക് ടൈമിംഗ് ഉള്ള, ഞങ്ങൾക്ക് കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടർ വേണമായിരുന്നു ആ റോളിൽ. കാരണം ചില മൊമെന്റ്സ് ഒക്കെ കുറെ ഡാർക്ക് ഹ്യൂമറിലൂടെ ഒക്കെ പോകുന്ന കുറെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് വർക്ക് ആവാൻ അശ്വതിയുടെ പോലത്തെ ഒരു ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് വേണം. ആൻഡ് വി വാണ്ടഡ് സമ്മൺ ഹൂ ഇതുവരെ നമ്മൾ സഹിച്ചു വരാനായിട്ട് ഒരു പെയറിംഗ് ആയിട്ട് കണ്ടിട്ടില്ലാത്ത, കണ്ടാ ഫ്രഷ് ആയിട്ട് തോന്നുന്ന, അങ്ങനെയാണ് അശ്വതിയിൽ എത്തുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതും ഈ സിനിമയ്ക്ക് വേണ്ടി. ഭയങ്കര അടിപൊളിയാണ്, അടിപൊളി ആക്ടറാണ്, അടിപൊളി എന്താ പറയാ, ഭയങ്കര വേൾഡ് വ്യൂ ഉള്ള, നമുക്ക് അങ്ങനെ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അശ്വതി. ഞാനും സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തി. അതായത് കുട്ടികളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി, ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം വ്യൂസ് ഒക്കെ വിഷൻ വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. Flask almost set to move to the movie halls. Wish you all the best. അതിന്റെ ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? അയ്യോ, ഒന്നും ആലോചിച്ചിട്ടില്ല. ജസ്റ്റ് സ്റ്റക്ക് വിത്ത് ദിസ് ഫിലിം ഫോർ ലൈക്ക് ലാസ്റ്റ് 1 year. ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളൂ, ഇത് മാത്രമേ ആലോചനകളിലുള്ളൂ, ചിന്തകളിലുള്ളൂ. വേറെ പലതും സംസാരിച്ചിട്ടുണ്ട്, പല പ്രോജക്ട്സ് ഒക്കെ. It really takes something a lot out of me when I'm directing a film and also producing it as well. അപ്പോൾ അതിൻ്റെ പ്രഷേഴ്സ് വേറെയാണ്. ഫോർ മീ ആസ് എ ഡയറക്ടർ, ഒരു ക്ലോഷർ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു പോയിന്റിൽ എനിക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാൻ തന്നെ പറ്റാറുള്ളൂ. എനിക്ക് പല കാര്യങ്ങൾ 2 സിനിമയൊക്കെ ഒരുമിച്ച് ആലോചിക്കാനോ മൂവ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് മീ പേഴ്സണലി. ഞാൻ അതിൽ ഭയങ്കര ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ്, ഫിസിക്കലി അതിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആണ്. അപ്പം വേറെ ഒന്നും സത്യത്തിൽ ആലോചനയുണ്ട്, എഴുതണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. കാരണം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ടൈം ഉണ്ടല്ലോ, ബാക്കി വർക്കുകൾ കംപ്ലീറ്റ് ആയി വരാനൊക്കെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അടുത്ത പടത്തിന്റെ ആലോചന വേണം, ഡിസ്കഷൻ വേണം, എഴുതണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് ഒരിക്കലും പറ്റാറില്ല. പ്രത്യേകിച്ച് പ്രൊഡ്യൂസും കൂടെ ചെയ്യുന്നോണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പടം ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് വെഞ്ചർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഓൾസോ. അപ്പം ഇതിന്റെ എല്ലാം പ്രഷേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് തിയേറ്ററിൽ വരിക, ആള്, ആൻഡ് ഇവഞ്ച്വലി ആ ക്ലോഷർ ഉണ്ടാവുന്ന ഇറ്റ് ഇസ് വെൻ പീപ്പിൾ വാച്ച് ദ ഫിലിം. അപ്പം എൻ്റെ പൈസ ഇതെല്ലാം വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് ഫോർ മീ ടു സസ്റ്റെയിൻ ഇറ്റ്, ദ ഫിലിം ഷുഡ് മേക്ക് മണി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇതൊരു വൈഡർ ഓഡിയൻസിന് മുമ്പിലെത്തുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും അവർ ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നിടത്താണ് ആസ് എ ഫിലിം മേക്കർ എനിക്ക് ക്ലോഷർ ഉള്ളത്. അപ്പം അതിനുവേണ്ടിയുള്ള ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുക. I understand. ഇപ്പൊ പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷൻ കൂടി പറയുമ്പോൾ ഇപ്പൊ എങ്ങനെയാ തിയേറ്റർ ലിസ്റ്റ് ഒക്കെ ആയോ? സോ ഇസ് ഇറ്റ് വെയിറ്റിംഗ്, അങ്ങനെയാണ്? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സംസാരിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ബാക്കി മാർക്കറ്റിംഗ് എഫേർട്സ് ഫൈനൽ ഫേസിലാണ്. ജൂലൈ 18-ാം തീയതി തിയേറ്ററിൽ വരും. ആശിഷ് ഉറപ്പായും കാണുമെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരും വീഡിയോ വാച്ച് ചെയ്യുന്നവരും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതൊരു നിങ്ങളൊരു നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയാവത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം അതിനകത്ത് പറയാൻ സോളിഡ് ആയിട്ടൊരു കഥയുണ്ട്, ഒരു ഇമോഷണൽ ജേർണി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഫ്രം സം റിയൽ ഇവൻറ്റ്സ്, റിയൽ ക്യാരക്ടേഴ്സ് ഐ ഹവ് മെറ്റ് ഇൻ ലൈഫ്. കഥയല്ല, അതിൻ്റെ ക്യാരക്ടേഴ്സിനെ പലരും ഞാൻ ജീവിതത്തിൽ എവിടേക്കോ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ എന്റർടൈനറാണ്. ഇറ്റ് ഹാസ് 5 songs, ഇറ്റ് ഹാസ് എ കപ്പിൾ ഓഫ് ആക്ഷൻ സീക്വൻസസ്. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു പ്രോപ്പർ എന്റർടൈനറായിട്ട് നമുക്കൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഫിലിമാണ്. അപ്പോൾ അവിടെ അതിനകത്ത് ആളുകൾക്ക് അത് സന്തോഷിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജൂലൈ 18-ന് സിനിമ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.
തീർച്ചയായും രാഹുലിന്റെ ഇതുവരെയുള്ള ജേർണി വെച്ച് നോക്കൂ, ദിസ് ഇസ് അഷ്വർഡ്. സോ ഫാർ വാട്ട് എവർ യു ഹാവ് ഗിവൺ, ഇറ്റ് ഹാഡ് കോണ്ടന്റ്, ഇറ്റ് ഹാഡ് പെർഫോമൻസ്, ഇറ്റ് ഹാഡ് ഇമോഷൻസ്, എല്ലാം ഉണ്ട്. സോ ഐ എം ഓൾസോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ആക്ച്വലി യു ആർ ഓൾസോ വർക്കിംഗ് ഫോർ പ്ലാനിങ് ഫോർ ആനിമേഷൻ സബ്ജക്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഇപ്പോഴും നടക്കുവാണ്. ഹോപ്പ്ഫുള്ളി ഐ നീഡ് ടു ഗെറ്റ് ദ ആനിമേഷൻ പ്രോസസ്. ഇപ്പോൾ നടക്കും. ഇറ്റ് ഇസ് നോട്ട് എ ഫീച്ചർ ഫിലിം, ഇറ്റ്സ് എ ഷോർട്ട് ഫിലിം. പക്ഷെ ഇറ്റ്സ് എ ഹാൻഡ് ഡ്രോൺ 2D animation short film. So it is taking its time for production. We are now in its final phases. Probably by August, September ഒക്കെ ആകുമ്പോഴത്തേക്കും we will have the first version of it. അത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു പ്രോജക്റ്റാണ്. നമ്മുടെ നാട്ടിലുള്ള അനിമേഷൻ എന്ന് പറയുന്നതിന് ഇപ്പം ആസ് ഓഫ് ടുഡേ അതിനൊരു മാർക്കറ്റ് സ്കോപ്പോ ഒന്നുമില്ല. പക്ഷെ ആസ് എ ഫിലിം മേക്കർ, അനിമേഷൻ ആസ് എ മീഡിയം ഓൾവേസ് ഫാസിനേറ്റ്സ് മീ. കാരണം നമുക്ക് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത എന്തുമാത്രം സാധ്യതകളുടെ ഒരു ലോകം അനിമേഷനിൽ നമുക്കിപ്പോൾ പറ്റുന്നുണ്ട്. അപ്പം അത് വേറൊരു ഫോർമാറ്റാണ്. അത് ഐ എം ഓൾസോ ലേണിംഗ് വിത്ത് ഇറ്റ് ഓൺ ദ ഗോ. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വി ആർ പാർട്ട്ണറിങ് വിത്ത് അനദർ കമ്പനി കോൾഡ് കാർമണ്ട് ഇൻഫിനിറ്റി. അപ്പം അവരുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർമണ്ട് ഇൻഫിനിറ്റി കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു അനിമേഷൻ സ്റ്റുഡിയോ ആണ്. അപ്പം നമ്മുടെ രണ്ടുപേരുടെ ഒരു കൊളാബറേഷനിലാണ്. ഐ ഹവ് റിട്ടൺ ദ സ്ക്രിപ്റ്റ് ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് എ 17th century, ഇറ്റ്സ് എ പീരിയഡ് ഫിലിം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം വി ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. എൻ്റെ ഞാൻ എവറി 2 weeks ഐ സ്റ്റിൽ മേക്ക് ടൈം ടു ഗോ ദെയർ ആൻഡ് സീ ദ പ്രോഗ്രസ് ഓഫ് ദ ഫിലിം. ആൻഡ് അത് ഓരോ വട്ടവും അത് കാണുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹൈ ഭയങ്കരമാണ്. അപ്പം ഒരു 2D അനിമേഷൻ പ്രോസസ് ഇറ്റ് സെൽഫ് ഇസ് ഹ്യൂജ്. അപ്പം അതിന് ആ പൈപ്പ് ലൈൻ പഠിക്കുക, സൈക്കിള് പഠിക്കുക, വർക്ക് ഫ്ലോ പഠിക്കുക. അപ്പം എനിക്കും അതൊരു ഭയങ്കര പുതിയ ലേണിംഗ് ആസ് എ ഫിലിം മേക്കർ. എനിക്ക് ഭയങ്കര പുതിയ ലേണിംഗ് ആണ്. ബട്ട് ദെൻ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അത് സെപ്റ്റംബറിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി പ്ലാൻ ടു ടേക്ക് ഇറ്റ് ടു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് ഫസ്റ്റ്. എന്നിട്ട് വി വോണ്ട് ടു സീ വെയർ ഇറ്റ് ഗോസ് ഫ്രം ദെയർ. കുറച്ച് നാളല്ല, ഓൾമോസ്റ്റ് 3-4 years ബാക്ക് ഐ ഹാഡ് ചാറ്റ് വിത്ത് സുരേഷ് ഏറിയാട്ടായിട്ട് സംസാരിച്ചു. കണ്ടിട്ടുണ്ട്, ഐ മീൻ റെഫറൻസ് ടു കണ്ടിട്ടുണ്ട്. ഹീസ് മച്ച് ബിഗർ ദാൻ ദാറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആനിമേറ്റർ ഇസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ആനിമേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ they will know everything about ഒരു ഫിലിമിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, അതിന്റെ പേസ് ആയിക്കോട്ടെ, എവറിത്തിങ്. വാട്ട് എവർ പേഴ്സൺ അവിടെ വേറെ ആരും സപ്പോർട്ട് ഇല്ലല്ലോ, സിനിമാറ്റോഗ്രാഫറോ. ഐ മീൻ ഓഫ് കോഴ്സ് they might take references, but അപ്പോൾ that's the beauty of that medium. I mean എഫേർട്ട് ഉണ്ട്, പക്ഷേ അതെ അതൊരു എനിക്ക് ഐ വാസ് വെരി ന്യൂ ടു ഇറ്റ്. ഐ വാണ്ടഡ് ടു അറ്റംപ്റ്റ് ദിസ് ഫോർ സോ ലോങ് നൗ. ഞാനൊരു കോവിഡ് ടൈം തൊട്ട് ഇത് ട്രൈ ചെയ്യാണ്. ബട്ട് ദെൻ ഇറ്റ് ഈസ് ഇമ്മെൻസ്ലി കോസ്റ്റ്ലി ടു ഡു ദിസ്. ഇത് ഈസി അല്ല ഇത് പുൾ ഓഫ് ചെയ്യാന്ന് പറയും. ഈവൻ ഫോർ ഞങ്ങൾ ചെയ്യുന്ന ഒരു ലെസ് ദാൻ 15 minutes ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ആൻഡ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു മലയാള സിനിമയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റും അതേ ചിലപ്പോൾ. ഇറ്റ് ഈസ് ഇമ്മെൻസ്ലി കോസ്റ്റ്ലി ടു ഡു ഇറ്റ്. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് അത്രയും ബിഗ് ആണ്, ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ ദാറ്റ് സ്മോൾ ഡ്യൂറേഷൻ. അപ്പം അത് നമ്മൾ പുൾ ഓഫ് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല എഫേർട്ട് വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അത് സ്പെൻഡ് ചെയ്യുന്ന പ്രീ പ്രൊഡക്ഷനിലാണ്, അതിൻ്റെ പ്രോസസ്സിൽ. ഇവൻച്വലി ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും പ്രീ പ്രൊഡക്ഷൻ സമയത്താണ് നടക്കുന്നത്. നമ്മൾ അനിമാറ്റിക്സിൽ തന്നെ എല്ലാം ഫൈനലാക്കിയിട്ടാണ് അനിമേഷൻ പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓൾ ദിസ് പ്രോസസ് ഇറ്റ്സെൽഫ് വാസ് ന്യൂ ടു മീ. Then I was going back and rewriting script to figure out the process better. അങ്ങനെ ഒരുപാട് സെഷൻസ് ഞാൻ ഇവരുമായിട്ട് ഇരുന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ട്രൈങ് ടു ഫണ്ട് ഇറ്റ് ഓൺ അവർ ഓൺ. These two companies are trying to, because there's literally not an existent market. അതിനൊരു ബിസിനസ് സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് കോളിംഗ് ഓഫ് ദ ഹാർട്ട്. അതങ്ങ് ചെയ്യുക, ഇനി അത് വരുന്നിടത്ത് വെച്ച് നോക്കുക, അതിൻ്റെ പൈസ റിക്കവർ ആവുമോ ഇല്ലയോ, വി ഡു നോട്ട് നോ. പക്ഷേ ഇറ്റ് ഈസ് ആൻ എഫേർട്ട് ദാറ്റ് വി ആർ പുട്ടിങ് ഇൻ ബിക്കോസ് we are in love with that medium. So അതാണ് ചെയ്യുന്നത്. We'll certainly connect once again to talk about that film once it is ready. Sure. അത് റെഡി ആവുമ്പോൾ കിങ്കര കാവ്യം എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ ടൈറ്റില്. പോയം ഓഫ് ദി എൻസ്ലേവ്ഡ് എന്നുള്ളതാണ് ഐഡിയ. അപ്പം ഒരു പീരിയഡ് സെറ്റിങ്ങിൽ 17th century ഒരു ലവ് സ്റ്റോറിയാണ്, 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള. അപ്പം നമ്മുടെ ആ 17th century കൊച്ചിയിൽ ആ കാലങ്ങളിൽ സ്ലേവ് ട്രേഡുകൾ നടന്നിട്ടുണ്ട് എന്നാണല്ലോ നമ്മുടെ റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള അടിമകളെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തിരുന്നു. ഈ ബ്രിട്ടീഷ് അന്ന് പോർച്ചുഗീസ് ആയിരുന്നു തോന്നുന്നു. ആ സമയത്ത് അവര് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇത് ചെയ്തിരുന്നു, സെല്ല് ചെയ്തിരുന്നു ഇവിടുത്തെ ലാൻഡ് ലോഡ്സിനോടും ഒക്കെ ആയിട്ട്.
അപ്പൊ ആ സെറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഉള്ളത്. കിങ്കരകാവ്യം എന്നാണ് ടൈറ്റിൽ. വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് ആസ് വെൽ. നമുക്ക് ഡെഫിനറ്റ്ലി അത് ആ സമയത്ത് ഒന്ന് കണക്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി. I happened to visit one of your dad's talk. Oh. Yeah, and interestingly, he's our mentoring, inspirational value. He's so I know where it comes from, so I have that respect for him as well. So I thought I'll just communicate that. Thank you so much. Yeah, he is doing some sessions for public speaking. അച്ഛൻ കുറെ കുട്ടികളെ കുറച്ച് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുറെ കുട്ടികളെ ഹി ഈസ് ബീൻ മെന്ററിങ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ആൻഡ് അവരുടെ വളരെ ചെറുപ്പത്തിൽ സായുജ്യം എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇറ്റ്സ് എ സ്മോൾ ട്രസ്റ്റ്, ഞങ്ങളുടെ മാത്രമുള്ള ഒരു ചെറിയ ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിനകത്ത് ഹി ഈസ് ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് ഗുഡ് വർക്ക്. ഈ കുട്ടികൾക്ക് ഞാനൊക്കെ ചെറിയ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് അതിൽ, പക്ഷേ ഹി ഈസ് ബീൻ ഡ്രൈവിങ് ഇറ്റ് മോസ്റ്റ്ലി. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ് കൊടുത്ത് അവർക്ക് ഈ ഹയർ സ്റ്റഡീസിനൊക്കെ അവരെ എനേബിൾ ചെയ്യുന്ന രീതിയിൽ ഉള്ള കോച്ചിങ് ഒക്കെ കൊടുക്കുക. കൂടുതലും ലൈഫ് സ്കിൽസ് ആണ് അത് ഈ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. സോ ഹീസ് ബീൻ എ ഗവൺമെന്റ് സർവൻറ്റ്. അതിനുശേഷം റിട്ടയർ ആയതിനു ശേഷം ഹീസ് ബീൻ സ്പെൻഡിങ് ഹിസ് ടൈം ലൈക്ക് ദിസ്. സോ ഇറ്റ് മേക്സ് മീ ഫീൽ ഹാപ്പി ഓൾസോ ദാറ്റ് ഇറ്റ് ഈസ് ആഡിങ് ഹ്യൂജ് വാല്യൂ. വേറൊരാളുടെ ജീവിതത്തെ ബെറ്റർ ആക്കാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. അപ്പം അത് ആ കുട്ടികളുമായിട്ടൊക്കെ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ കുട്ടികളെല്ലാം ദേ ആർ ലൈക്ക് ഫാമിലി ടു മീ. അപ്പം അത് ഇന്ന് പലരും ഇപ്പം ദേ ആർ ഓൾ, എൻ്റെ ആദ്യ കാലത്തൊക്കെ മെന്റർ ചെയ്യുന്ന കുട്ടികളൊക്കെ ദേ ആർ നൗ ഇൻ കോളേജസ്, പാസ്ഡ് ഔട്ട്, ദേ ആർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ജോബ്സ്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇത് ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത്. അത് ഇറ്റ് ഈസ് വെരി റിവാർഡിങ്. അത് അവരിപ്പോഴും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും, ചേട്ടാ ഞാൻ ഇന്ന സ്ഥലത്തോട്ട് ജോലി മാറുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടി പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഭയങ്കര റിവാർഡിങ് ആയിട്ട് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. Southern teachers get that blessing, as in our students, like our വർഷം കഴിയുന്നതോറും they get that. But this is it's a message also, like anyone can do this. Difficult to run an organization like that also, because it's ഒന്ന് അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഇപ്പം നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ റൺ ചെയ്യുന്നതിന്. ആൻഡ് മോർ ദാൻ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇറ്റ് റിക്വയർസ് അൺലിമിറ്റഡ് ടൈം. സമയവും അത്ര എഫേർട്ടും അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവും വേണം അതിനോട്. അപ്പം ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് ഇസ് ഹാപ്പനിങ്. സായുജ്യം ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര്. And he's been running it for quite 5-6 years now. It's inspiring. ഒന്നുകൂടി ഈ ഫ്ലാസ്കിന്റെ പേര്, ഫ്ലാസ്കിലേക്ക് വരാനുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫ്ലാസ്ക് ഈ ശരിക്കും ഞാൻ ഒരു 4 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, 4-5 കൊല്ലമായി കാണും ചിലപ്പം. ഒരു പോലീസുകാരൻ, അതായത് PSO ആയി ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിന്റെ ജഡ്ജ് റിട്ടയർ ചെയ്ത സമയത്ത് ഒരു കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ, ഞാനൊരു ഫ്ലാസ്ക് ആണ് പക്ഷെ ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് അതിന്റെ ടൈറ്റില്. അപ്പം എനിക്കത് ഭയങ്കര കൗതുകം. ഇതെങ്ങനെ, ഞാൻ വളരെ റാൻഡായിട്ട്, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, വളരെ റാൻഡായിട്ട് എങ്ങനെയോ ഈ കുറിപ്പ് കറങ്ങി വന്നിട്ട് ആരോ ഷെയർ ചെയ്തിട്ട് ഞാൻ കാണുന്നതാണ്. അത് ഭയങ്കര വൈറലായ കുറിപ്പൊന്നുമല്ല, പക്ഷെ കുറച്ചധികം ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് കാണുന്നത്. അപ്പൊ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് ഈ PSO ജോലി ചെയ്യുന്ന പോലീസുകാരെ കളിയാക്കി വിളിക്കാറുണ്ട് ഡിപ്പാർട്ട്മെന്റിലെ മറ്റു പോലീസുകാരിലൊക്കെ. ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് അങ്ങനെ ഒരു കളിയാക്കലുണ്ട് എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് മനസ്സിലാവുന്നത്, കേട്ടിട്ടുണ്ടെന്നല്ല, അതിൽ നിന്നാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, ഇദ്ദേഹത്തെ പോയി കണ്ടു. അപ്പൊ ഇദ്ദേഹം വളരെ നല്ല സ്റ്റോറിയാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ജഡ്ജ് അദ്ദേഹത്തെ അത്രയും നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ട്രീറ്റഡ് ഹിം ലൈക്ക് ഹിസ് ഫാമിലി. അപ്പൊ അദ്ദേഹം ആ സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു, വാട്ട് ഇഫ് ദി ഓപ്പോസിറ്റ് ഹാപ്പൻസ്, അങ്ങനെ അല്ലാത്തൊരു ജഡ്ജിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരു സിനിമയുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത്. ആൻഡ് ഫ്ലാസ്ക് ആ രീതിയിൽ അവരുടെ ഒരു ജോലിക്ക് വേണ്ട വിധം അപ്രിസിയേഷൻ കിട്ടുന്നത്, ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്. അത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ടൈമുകളുള്ള അങ്ങനത്തെ ഒരു ജോലിയാണത്. പക്ഷെ അതിന് അത്ര ഒരു അപ്രിസിയേഷൻ കാര്യമായി കിട്ടാറില്ല. അപ്പം അവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് കൂടിയാണല്ലോ ഈ ഫ്ലാസ്ക് എന്നുള്ള വിളിപ്പേര് വരുന്നത്. അപ്പൊ അത്ര ഒരു ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഒരു പൊളിറ്റിക്സ് ഇതിലുണ്ട്. അപ്പം അതും കൂടെ കൊണ്ടാണ് ഈ പടത്തിന് ആ പേരിട്ടത്. അത് പറയുമ്പോൾ ഞാനിത് ഇതും കൂടി then I saw a renowned debutant director but who was in theater,
സിൻസ് ലോങ്. അദ്ദേഹം ഇതിലൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം ഒരു പുതിയ പോസ്റ്റ് കണ്ടു. ഐ എം ടോക്കിംഗ് അബൌട്ട് ആനന്ദ്. ആനന്ദ് ചെറിയ വേഷമല്ല, അടിപൊളി വേഷമാണ് സത്യത്തിൽ. ഈ കഥയുടെ ഒരു വളരെ പിവട്ടലായിട്ടുള്ളൊരു റോളിലാണ് ആനന്ദ് വന്നിരിക്കുന്നത്. ആനന്ദ് ഒരു തിയേറ്റർ ആക്ടറാണ്. ഐ തിങ്ക് ദിസ് ഇസ് ഫസ്റ്റ് ഫിലിം. അത് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. ഞാൻ ആനന്ദിനെ അല്ലാതെ എനിക്ക് പരിചയമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു റോളിലോട്ട് ഒരാളെ കാസ്റ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി വന്നപ്പോഴാണ് ആനന്ദിനെ ഓർമ്മ വരുന്നത്. അപ്പൊ ആനന്ദ് ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആനന്ദ് ആക്ടർ ആണെന്ന് അറിയാം. അങ്ങനെയാണ് ആനന്ദിനെ വിളിക്കുന്നത്. പക്ഷെ ഈ ആനന്ദിന്റെ ക്യാരക്ടർ പോസ്റ്റർ അയച്ചു കൊടുത്ത സമയത്താണ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിന് മുമ്പ് ഏതാ സിനിമ ചെയ്തിരിക്കുന്നത് ചോദിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പം ഐ നെവർ ന്യൂ ഹി വാസ് എ ഡെബ്യൂ ആക്ടർ. വെൻ ഹി പോസ്റ്റഡ് ഇറ്റ് ഐ റിയലൈസ്ഡ് ഇറ്റ്. ബട്ട് അടിപൊളിയാണ് ആനന്ദ്, അടിപൊളി പെർഫോമറാണ്. ഈവൻ പടത്തിന്റെ പ്രിവ്യൂസിലൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത പെർഫോമൻസിൽ ഒന്നാണ് ആനന്ദിന്റെ. നമ്മൾ ആട്ടം എന്ന് പറഞ്ഞ സിനിമ ഒരു അത്ഭുതത്തോടെ കണ്ടൊരു സിനിമയാണല്ലോ, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഇൻ റീസെന്റ് ടൈംസ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഡയറക്ടർ മാത്രമല്ല, ഹീസ് ഓൾസോ വെരി ഗുഡ് ആക്ടർ. ഐ തിങ്ക് ഹീസ് ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ് നൗ ആസ് ആൻ ആക്ടർ. വേറെ ഏതൊക്കെയോ സിനിമ ചെയ്യുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ബട്ട് ദെൻ ഐ തിങ്ക് he will get his due as an actor also this time. ഇൻട്രസ്റ്റിംഗ്, ആട്ടത്തിലെ എല്ലാവരും വേറെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ വരാൻ അതെ തുടങ്ങി. അതെ 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 വലിയൊരു കോൺട്രിബ്യൂഷൻ ആ നിലയ്ക്കും സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതെ 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 ഒരുപാട് ഫാബുലസ് ആക്ടേഴ്സ് വന്നൊരു സിനിമയല്ലേ. ആൻഡ് ആട്ടത്തിന്റെ ഹൈലൈറ്റ് തന്നെ അതിന്റെ പെർഫോമൻസസ് ആണല്ലോ. ആ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യൻ സ്ക്രീൻ പ്ലേസ് ഇൻ റീസെന്റ് ടൈംസ്. പക്ഷെ അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസസും ഒക്കെ അടിപൊളിയാണ്. അപ്പൊ അത് അത്രയും കീനായി പെർഫോമൻസസ് ഉള്ളൊരു ഡയറക്ടറിനെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഐ ന്യൂ ദാറ്റ് ഹി ഹാഡ് സം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഓൾസോ, സോളിഡ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്, ചെറുതല്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ആ ക്യാരക്ടറിലേക്ക് വിളിച്ചത്. അപ്പം അങ്ങനെ ആനന്ദ് ഒന്ന് ചെയ്തു. I was really enjoying the way I was listening to you, and I hope the same will be the experience in the movie and the movies to come. So wish you all the best. താങ്ക് യു. സിനിമ കണ്ടിട്ട് ഉള്ള മെസ്സേജിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു. Thank you so much. All the best.